ഹലോ ഫ്രണ്ട്സ്, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനലിൻ്റെ അടുത്ത എപ്പിസോഡ്. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്, ഇപ്പോൾ മഴക്കാലമാണല്ലോ. മഴക്കാലം ആകുമ്പോൾ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഫിനോമിനാണ് മരം കൊണ്ടുള്ള വാതിലുകൾ, മരം കൊണ്ടുള്ള ജനലുകൾ, ഇതൊക്കെ കുറേ ടൈറ്റാവും. അപ്പോൾ അത് തുറക്കാനും അടയ്ക്കാനും ഉള്ള ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും ഈ ഒരു വശം. അല്ലെങ്കിൽ പിന്നെ പലരും ചെയ്യണത് മഴക്കാലമായാൽ ജനലെല്ലാം അടച്ചിടും, പിന്നെ തുറക്കില്ല. പക്ഷെ വാതിലുകൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആ വാതിൽ തുറക്കുമ്പോൾ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. അത് ആ ടൈറ്റ് കൊണ്ടാണ്. ഇനിയിപ്പോൾ മഴക്കാലം അല്ലെങ്കിൽ മഴ മാറി 2-3 ദിവസം വെയിൽ ഉദിച്ചാൽ ആ ടൈറ്റ്നസ് പോവുകയും ചെയ്യും. നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ മരം വീർക്കണത്? അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, ചില സാധനങ്ങൾക്ക് വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ജലം ആഗിരണം ചെയ്യാം. അതിൻ്റെ ടെക്നിക്കൽ ടേമാണ് ഇംപൈബേഷൻ. ഈ ആഗിരണം ചെയ്യാൻ എനർജി ഒന്നും വേണ്ട, ഊർജ്ജമൊന്നും വേണ്ട, അവർ വലിച്ചെടുത്തോളും. ഇത് വലിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ, ഒരു സോളിഡ് ആയിട്ടുള്ള ഐറ്റം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സീഡുകൾ, അല്ലെങ്കിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ സ്പോഞ്ച് വെള്ളത്തിലിട്ട് ഞെക്കി കഴിഞ്ഞാൽ വെള്ളം അബ്സോർബ് ചെയ്യും, അത് സ്പോഞ്ച്. പിന്നെ വുഡ്, മരം, അതാണല്ലോ ഡോറ്. ഇങ്ങനെ ഒരു സാധനം വേണം. ഇനി ഇത് ആരെ വലിച്ചെടുക്കുക? വെള്ളത്തിന്. അപ്പോൾ ഒരു സോളിഡും വേണം, ഒരു ലിക്വിഡും വേണം. ഈ സോളിഡിനെ വിളിക്കുന്ന പേരാണ്, അതാണ് വെള്ളം വലിച്ചെടുക്കുക, ഇംബൈബൻറ്റ്. ഈ സോളിഡ് അല്ലെങ്കിൽ ഇംബൈബൻറ്റ് ആരെ വലിച്ചെടുക്കും? വെള്ളത്തിന്. അപ്പോൾ വെള്ളത്തിന് വിളിക്കുന്ന പേരാണ് ഇംബൈബേറ്റ്. അപ്പോൾ ഇംബൈബൻറ്റും ഇംബൈബേറ്റും അവിടെ ഒരിക്കലും ഒരു സൊല്യൂഷൻ ഫോം ചെയ്യണില്ല. എല്ലാ കെമിക്കൽസിനും ഒരേ ഇംബൈബിഷൻ പവർ അല്ല. ഏറ്റവും കോമൺ ആയിട്ട് പറഞ്ഞാൽ ഫൈക്കോ കൊളോയിഡ്സ് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് കെമിക്കൽസ്, അതിൽ വരുന്നതാണ് അഗാർ എന്നൊക്കെ പറയും. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അഗാർ അതിനാണ് ഏറ്റവും കൂടുതൽ ഇംബൈബിഷൻ കപ്പാസിറ്റി. അതിന് താഴെ കണ്ടുവരുന്നതാണ് പെക്റ്റിൻ. അതിൻ്റെ താഴെയാണ് പ്രോട്ടീൻസ്. അതിൻ്റെയും താഴെയാണ് സ്റ്റാർച്ച്. ഏറ്റവും കുറവ് ഇംബൈബിഷൻ കപ്പാസിറ്റി ഉള്ള സാധനമാണ് ഈ സെല്ലുലോസ്. അപ്പോൾ ഈ മരത്തിൽ സെല്ലോസ് ഉണ്ട്. അപ്പോൾ ഈ സെല്ലോസാണ് ഈ വെള്ളത്തിനെ പിടിച്ചു വെക്കുന്നത്. അങ്ങനെയാണ് ഈ മരം വീർക്കുന്നത്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വല്ല മെത്തേഡ് ഉണ്ടോ? സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ഇല്ല എന്നാണ് വെപ്പ്. അപ്പോൾ അതിന് സൊല്യൂഷൻ ഉണ്ട്. ഇപ്പോൾ മരത്തിൻ്റെ ഡോറുകളോ വിൻഡോകളോ ഒക്കെ നന്നായി പെയിൻ്റ് അടിക്കുക, അല്ലെങ്കിൽ വാക്സി കോട്ടിങ് കൊടുക്കുക. അപ്പോൾ തന്നെ വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ആ സെല്ലോസ് വെള്ളമായിട്ട് കോൺടാക്ട് വരില്ല. ഒരു ഉദാഹരണം ചെയ്താൽ മതി. നിങ്ങൾ സ്പോഞ്ച് എടുത്ത് ഒരു പ്ലാസ്റ്റിക് കവറിലിടുക. പ്ലാസ്റ്റിക് കവർ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടുക. എന്നിട്ട് ഇത് അങ്ങനെ തന്നെ വെള്ളത്തിലേക്ക് ഇറക്കുക. എന്നിട്ട് സ്പോഞ്ച് ഞെക്കുക. വെള്ളം അബ്സോർബ് ചെയ്യാൻ നോക്കിയേ, ഇല്ല. അപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്യണം. അതാണ് ഒരു മെത്തേഡ്. പിന്നെ റൂമിൻ്റെ അകത്ത് ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ അത് പോവാനുള്ള വല്ല മെത്തേഡ്. 3, എവിടെയെങ്കിലും മരത്തിന് ചില പൊട്ടുകളോ ലീക്കേജോ ഉണ്ടോ നോക്കുക, അത് കടവും വെള്ളം കയറും. ഇതൊക്കെയാണ് അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്. വളരെ രസമാണ് നേച്ചറിൻ്റെ ഓരോ ഫിനോമിനൻസ്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്, സീഡ് എങ്ങനെ ജെർമിനേറ്റ് ചെയ്യുന്നുള്ളത്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇടാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ ഇടുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനലിൻ്റെ പേര് ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക്. നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. സോ ടേക്ക് കെയർ, ബൈ, താങ്ക് യു. വി ക്യാൻ മീറ്റ് ലേറ്റ്.